അമേരിക്കയിൽ ആര് ഭരിച്ചാലും ഇന്ത്യക്ക് എപ്പോഴും തലവേദനയാണെന്ന് പറയുന്നത് വെറുതെയല്ല. ട്രംപിന്റെ ചില തീരുമാനങ്ങൾ ഇന്ത്യക്ക് ഗുണകരമായി വരുമെങ്കിൽ ചില തീരുമാനങ്ങൾ ഇന്ത്യക്ക് ദോഷകരമായി മാറും. അത്തരത്തിൽ ട്രംപിന്റെ ഒരു കടുംവെട്ടാണ് ചാമ്പഹാർ പോർട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇറാനിലുള്ള ചാമ്പഹാർ പോർട്ട്, ഇന്ത്യ നിയന്ത്രിക്കുന്ന പോർട്ട്, ഈ പോർട്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇന്ത്യക്ക് ചില ഇളവുകൾ അമേരിക്ക നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് അമേരിക്ക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ സമയത്ത് ഈ ചാമ്പഹാർ പോർട്ടിൽ ഇന്ത്യയുടെ ഇടപെടലിൽ അല്ലെങ്കിൽ ഇന്ത്യ അതിൽ നടത്തുന്ന നിക്ഷേപങ്ങൾക്കും ഇൻവെസ്റ്റ്മെന്റ്സിലും ഒക്കെ ചില ഇളവുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം ചാമ്പഹാർ പോർട്ടിലൂടെയാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് അടക്കം മാനുഷികമായിട്ടുള്ള സഹായങ്ങൾ ഇന്ത്യ എത്തിച്ചിരുന്നത്. 2018 ഇറാനുമേൽ വലിയ രീതിയിലുള്ള ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തിയ സമയത്തും ഇന്ത്യക്ക് ഒരു നാരോ വേവർ അമേരിക്ക നൽകിയത് അതുകൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ ആ ഒരു ഇളവുകളെ കുറിച്ച് തങ്ങൾ പുനരാലോചിക്കുന്നു എന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ടുള്ള മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത്. അതായത് ട്രംപ് ഒരു ഉത്തരവ് കൊടുത്തിരിക്കുകയാണ്. ചാമ്പഹാർ പോർട്ട് ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഇറാനിൽ നടക്കുന്നുണ്ട് എങ്കിൽ അതെല്ലാം തന്നെ തടയാൻ ആവശ്യമായ ഉപരോധങ്ങൾ വേണം. അപ്പോൾ നിലവിലെ ഉപരോധങ്ങളിലെ ഇളവുകളെല്ലാം തന്നെ പുനഃപരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് എക്കണോമിക് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ റിലീഫ് ആയിക്കോട്ടെ, ഇനി അത് ചാമ്പഹാർ പോർട്ടുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ്സോ അങ്ങനെ എന്താണെങ്കിലും അതെല്ലാം തന്നെ പുനരാലോചിക്കേണ്ടതായിട്ട് വരും. എന്താണ് ട്രംപിന്റെ പ്ലാൻ എന്ന് ചോദിച്ചാൽ, ട്രംപ് നേരത്തെ തന്നെ ഒരു പോസ്റ്റിലൂടെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഇറാൻ ആണവായുധം വികസിപ്പിക്കുകയില്ല എന്ന ഉറപ്പ് അമേരിക്കയ്ക്ക് നൽകണം. ആ പ്രോജക്റ്റിൽ നിന്ന് പിന്തിരിയണം. എന്നാൽ ഇറാൻ അങ്ങനെ അമേരിക്ക പറഞ്ഞ ഉടനെ ചെയ്യാനൊന്നും പോകുന്നില്ല. ഇത് ട്രംപിനും അറിയാം. അപ്പോൾ എന്ത് ചെയ്യണം? ഏതൊക്കെ വഴിയിലൂടെയാണോ ഇറാന് ഫണ്ട് വരുന്നത് അതെല്ലാം തടയുക. അത് ചാമ്പഹാർ പോർട്ട് വഴിയാണെങ്കിൽ അതും തടയുക. അവിടെ ഇന്ത്യക്ക് ഉണ്ടാവുന്ന നഷ്ടത്തെ ട്രംപ് കണക്കാക്കുന്നേയില്ല. പകരം ട്രംപ് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് വഴി ഇസ്രായേലിൽ കൂടെ ട്രേഡ് നടത്തിക്കോട്ടെ. ഇന്ത്യക്ക് യൂറോപ്പിനെ അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. അതേസമയത്ത് ഇന്ത്യക്ക് ഇനിയിപ്പോ മിഡിൽ ഈസ്റ്റിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്തായാലും ചാമ്പഹാർ പോർട്ട് വഴി വേണ്ട എന്നുള്ള ഒരു തീരുമാനം ഇപ്പോൾ ട്രംപിനുണ്ട്. ഇത് ട്രംപ് തീരുമാനിക്കാൻ ആരാണ് ട്രംപ് എന്ന് ചോദിച്ചാൽ തീർച്ചയായും അമേരിക്കയുടെ ഉപരോധങ്ങൾ നമുക്ക് പലപ്പോഴും ഒരു വലിയ തടസ്സം തന്നെയാണ്. കാരണം അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ണറാണ്. അപ്പൊ നമ്മൾ അവരുടെ ഉപരോധങ്ങളെ നമ്മൾ നിഷേധിക്കുകയാണെങ്കിൽ നമ്മുടെ വ്യാപാരത്തെയും ബന്ധത്തെയും അത് മോശമായി ബാധിക്കും. ഇന്ത്യയുടെ കാര്യം പോട്ടെ, ചൈനയ്ക്ക് പോലും അമേരിക്കയുടെ ഉപരോധങ്ങളെ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. കാരണം ചൈനീസ് എക്കണോമിയുടെ നട്ടെല്ലെന്ന് പറയുന്നത് യുഎസുമായിട്ടുള്ള ട്രേഡാണ്. അതുകൊണ്ടാണ് അമേരിക്ക റഷ്യയുടെ മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ ചൈന റഷ്യയ്ക്കുള്ള സപ്ലൈ പലതും നിർത്തിവെച്ചത്. പ്രത്യേകിച്ച് ആയുധങ്ങൾ ഉൾപ്പെടെയുള്ളവ ചൈന റഷ്യയ്ക്ക് നൽകുന്നേയില്ല. അപ്പോൾ ഈ തരത്തിൽ ചൈന പോലും അമേരിക്കൻ ഉപരോധങ്ങളെ ഒരു ഭീതിയോടെയാണ് കാണുന്നത്. കാരണം സാമ്പത്തികമായി വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരും. ഇത് തന്നെയാണ് ഇന്ത്യയുടെ മുമ്പിലെ വിഷയം. നമുക്ക് വേണമെങ്കിൽ വളരെ ധൈര്യം കാണിച്ചുകൊണ്ട് താൻ പോയി പണി നോക്കണോ, ഇന്ത്യക്ക് സൗകര്യമില്ല നിങ്ങൾ പറയുന്നത് കേൾക്കാൻ, ഞങ്ങളിതാ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങാൻ പോവാണ്, ചാമ്പഹാർ പോർട്ടിൽ ഇനിയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, താൻ ചെയ്യാവുന്നതൊക്കെ അങ്ങ് ചെയ്യുമെന്ന് പറഞ്ഞാൽ താരിഫ് പോലെയുള്ള ഭീഷണിയുമായിട്ട് ട്രംപ് വരും. അങ്ങനെ വരുമ്പോൾ ഏകദേശം 75-80 ബില്യൺ US ഡോളറിന്റെ ട്രേഡാണ് ഇന്ത്യയും യുഎസും തമ്മിൽ നടത്തുന്നത്. അതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അമേരിക്ക ഇന്ത്യയിലോട്ട് അയക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളാണ് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നത്. ഏതാണ്ട് 35 ബില്യൺ കൂടുതൽ നമ്മൾ അങ്ങോട്ട് അയക്കുകയാണ്. അപ്പോൾ ട്രേഡ് ഡെഫിസിറ്റ് നോക്കുന്ന സമയത്ത് അവിടെ നേട്ടമുള്ളത് ഇന്ത്യക്കും നഷ്ടമുണ്ടാകുന്നത് അമേരിക്കയ്ക്കുമാണ്. ഓൾറെഡി അമേരിക്ക പല രീതിയിൽ പ്രഷർ ചെലുത്തിയിട്ടും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയില്ല. അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങുന്നത് ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഇന്ത്യ വാങ്ങുന്നുള്ളൂ. അപ്പൊ ഇന്ത്യയുടേതായ രീതിയിൽ കർശനമായ നിലപാടുകളുമായി മുമ്പോട്ട് പോവാണ്. അപ്പൊ എല്ലാ കാര്യത്തിലും ഇന്ത്യ അങ്ങനെ കടുംപിടുത്തം പിടിച്ചാൽ അമേരിക്ക ഇന്ത്യയുടെ മേൽ താരിഫ് ഉൾപ്പെടെയുള്ളവ ചുമത്തുകയാണെങ്കിൽ നമ്മുടെ വ്യാപാരത്തെ അത് ബാധിക്കും. അപ്പോൾ ഇറാന് മേൽ അമേരിക്ക കൂടുതൽ കടുപ്പിക്കുകയും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്താൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഒരു വലിയ പ്രതിസന്ധിയായിട്ട് അത് മാറുകയും ചെയ്യും. ഇവിടെ ട്രംപ് ഇന്ത്യയെ ഉപദ്രവിക്കണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ട്രംപിന്റെ പല തീരുമാനങ്ങൾ ഇന്ത്യക്ക് ഗുണകരമായി വരുന്നു എന്ന് പറയും പോലെ ചില തീരുമാനങ്ങൾ ഇന്ത്യക്ക് ദോഷകരമായും വരുന്നുണ്ട്. അത്തരത്തിലൊരു തീരുമാനമാണ് ഇറാനുമായി ബന്ധപ്പെട്ട്. ഇറാനുമേൽ പരമാവധി സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് ഇപ്പോൾ ട്രംപ് ചെയ്യുന്നത്. സമ്മർദ്ദം ചെലുത്തിയതിന് ശേഷം ഇറാനെ അവരുദ്ദേശിക്കുന്ന രീതിയിൽ, അതായത് അമേരിക്ക ഉദ്ദേശിക്കുന്ന രീതിയിൽ വരച്ച വരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും ട്രംപ് ലക്ഷ്യമിടുന്നത്. അതായത് എല്ലാ തരത്തിലും ഇറാന് കിട്ടാനുള്ള ഫണ്ടുകളൊക്കെ ബ്ലോക്ക് ചെയ്ത് ഇറാൻ നട്ടം തിരിയുന്ന സമയത്ത് US ചർച്ചയ്ക്ക് വിളിക്കും. അവിടെ US പറയും ഇന്നതാണ് ഡിമാൻഡ്, ഇത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉപരോധങ്ങൾ പിൻവലിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയുള്ളൂ. അവസാനം ഇറാന് സമ്മതിക്കേണ്ടി വരും എന്ന് ട്രംപ് കണക്കൂട്ടുകയാണ്. മാത്രമല്ല ഇന്ത്യയുടെ ഒരു പ്രഷർ കൂടി ഈ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഇറാന് മേൽ വരുമെന്നും ചിലപ്പോൾ ട്രംപ് കണക്കൂട്ടുന്നുണ്ടാവാം. അതുകൊണ്ടാണ്
ചാബഹാർ പോർട്ടും ഈ ഒരു ഉപരോധം എന്ന ഇതിലേക്ക് എത്തുന്നത്. അതായത് നേരത്തെ നൽകിയിരുന്ന ഇളവുകൾ ഇനി അമേരിക്ക നൽകാൻ സാധ്യതയില്ല. ഇത് ട്രംപിന്റെ ഒരു കൊടും ചതിയായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യക്കിട്ടുള്ള പണിയായിട്ടോ ഒക്കെ വ്യാഖ്യാനിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രംപിന്റെ ചില തീരുമാനങ്ങൾ ഇന്ത്യക്ക് ഗുണകരമായി വരും. ഇപ്പൊ ചൈനയുടെ മേൽ താരിഫ് ചുമത്തുമ്പോൾ അത് വ്യാപാരത്തിൽ ഇന്ത്യക്ക് ഗുണകരമായി വരും. എന്നാൽ ഇപ്പോൾ ചാബഹാർ പോർട്ടിന് നൽകിയിരിക്കുന്ന ഇളവുകൾ പിൻവലിക്കുമ്പോൾ അത് ഇന്ത്യക്ക് തിരിച്ചടിയാകും. ഇറാനുമേൽ കൂടുതൽ കർക്കശമായ നിലപാട് എടുക്കുമ്പോൾ അതും ഇന്ത്യക്ക് തിരിച്ചടിയാവും. അപ്പോൾ ട്രംപിന്റെ നിലപാടുകൾ പൂർണ്ണമായും അമേരിക്കൻ താല്പര്യങ്ങളെ മുൻനിർത്തിയാണ്. അവിടെ തീർച്ചയായിട്ടും ഇന്ത്യക്ക് നഷ്ടങ്ങളും ലാഭങ്ങളും ഉണ്ടാകും. പക്ഷേ നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഇറാന് മേൽ ചുമത്തുന്ന ഈ പറയുന്ന ഉപരോധങ്ങളും ചാബഹാർ പോർട്ടുമായി ബന്ധപ്പെട്ട ട്രംപിന്റെ പുതിയ തീരുമാനങ്ങളും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.